ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനോജനെ പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. ഒരാഴ്ചക്കുള്ളിൽ പണം കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ വീട് ഞങ്ങൾ എഴുതിയെടുത്തിരിക്കും. മനസ്സിലായില്ലേ? കുടുംബം വഴിയാധാരം ആവൂന്ന്. ഇതിനു മുമ്പ് പലതവണ എന്നെ ചതിച്ചവനല്ലടാ നീ. ജഗനും വന്ദനയും പ്രേമിച്ചു തുടങ്ങിയ അന്ന് തന്നെ വന്ദനയെ ജഗനിൽ നിന്നും അകറ്റിത്തരാൻ വേണ്ടി 5 ലക്ഷം എന്നിൽ നിന്നും വാങ്ങി പറ്റിച്ചവനാ നീ. ഓർമ്മയുണ്ടോ നിനക്ക്? ഇപ്പൊ എന്റെ മരുമകനും കൂടി അവകാശപ്പെട്ട ലക്ഷക്കണക്കിന് പണം തട്ടിയെടുത്ത് സ്വന്തം വീട് വെച്ച മഹാമാന്യൻ. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നീ ഒരു കടികിന്റെ വലിപ്പത്തിൽ പോലും മനുഷ്യത്വം എന്നിൽ നിന്നും നീ പ്രതീക്ഷിക്കണ്ട. നിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. ശരി, കാണാം. പ്രകാശന് നല്ല പദം വന്നു കഴിഞ്ഞു. ഇനി ഒന്നുകൂടി കൊളുത്തി വലിച്ചാൽ ഇവൻ എന്റെ ചൂണ്ടിൽ കിടന്നു പടയും. പിടപെടാ കിടന്നു പടയ്ക്കും. ഇവനെ എന്റെ ആളാക്കണം. എന്റെ അടിമയ കുട്ടിഭൂതം. മോനെ, മോന് ചായ എടുക്കട്ടെ? ചായ ഒരു സ്വൈര്യം തരില്ല നിങ്ങള്. എന്തിനാ ജന്തുവിനകത്ത് വിളിച്ചേറ്റി ചായ സൽക്കാരം നടത്തിയെന്ന്? കുറുപ്പ് സാറ് നമ്മുടെ ബന്ധുവല്ലേ മോനെ? ബന്ധുവാണ് പോലും. അയാളും നിങ്ങളെ പോലെ ഒരു എച്ച് തന്നെയാ. അടുപ്പിക്കാൻ കൊള്ളാത്ത വർഗം. സുമിത്രയുടെ ചോദിച്ചു കേട്ടില്ലേ സുമിത്ര എവിടെയാണെന്ന്? അവള് ചന്ദ്രികാമ്മയുടെ വീട്ടിൽ പോയിരിക്കുക. ചന്ദ്രികാമ്മ, ജഗദമ്മ, സുചിത്ര എല്ലാവരും എന്റെ ശത്രുക്കളാ. എന്നെ തൊലയ്ക്കാൻ പറഞ്ഞ ദുഷ്ട കൂട്ടങ്ങളാ. ഒക്കോ എന്റെ മുന്നിൽ നിന്ന് പോ. കുറിപ്പിന് ഒതുക്കാനുള്ള വഴി നോക്കണം. മനോജിനോടനെ കാണണം. ഏട്ടാ, നീ എവിടെയുണ്ട്? ഞാൻ വെള്ളായണിലുള്ള സൂപ്പർ മാർക്കറ്റിലുണ്ട്. എനിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണം. ഞാൻ അങ്ങോട്ട് വരാം. നീ അവിടെ തന്നെ നിൽക്ക്. ശരി ഏട്ടാ. എന്തേട്ടാ മുഖത്തൊരു വാട്ടം? വാട്ടം? നിന്റെ അമ്മായിച്ചൻ അലവലാതി കുറിപ്പ് വീട്ടിൽ വന്നിരുന്നു. സ്ഥിരം കലാപരിപാടി തന്നെ, ഭീഷണിപ്പെടുത്തൽ. എന്നിട്ട് പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. അടുക്കളക്കാരി ജഗദമ്മ വീട്ടിൽ വന്ന് അടകടക്കല്ലേ. ആ നശിച്ച കുറിപ്പിന്റെ വിടുവായിത്തരം മുഴുവനും ജഗദമ്മ കേട്ടു. ഞാൻ ആകെ നാണം കെട്ടുപോയി. ഈ പ്രശ്നങ്ങളെല്ലാം പ്രകാശന്റെ കയ്യിരിപ്പുകൊണ്ട് സംഭവിച്ചതാ. സമ്മതിക്കുന്നു എന്ന് കരുതി അടങ്ങിയിരുന്ന ചുറ്റിപ്പോകില്ലടാ. എങ്ങനെയും ആ നാറിക്കുറിപ്പിനെ ഒതുക്കണം. നീ വന്നേ. ആ നാറിക്കുറിപ്പിന്റെ മോളാ ഞാൻ, ഹരിത. മനസ്സിലായോ? അത് ഹരിത. ഞാനാ അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. മനോജനെ പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. ഒരാഴ്ചക്കുള്ളിൽ പണം കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ വീട് ഞങ്ങൾ എഴുതിയെടുത്തിരിക്കും. മനസ്സിലായില്ലേ? കുടുംബം വഴിയാധാരം ആവൂന്ന്.
ഇനി മനോജിനോട് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ചോ? അങ്ങനെ ഇനി എന്തൊക്കെ ഉടായ്പ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇവനോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിരിക്കും. എന്തിനാടാ ഈ ഏട്ടൻ ഇങ്ങനെ ഭ്രാന്തളിപ്പിക്കുന്നത്? ഏട്ടാ, കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയി കഴിഞ്ഞു. ഹരിതയും ആ കുറുപ്പും കൂടി കാര്യങ്ങൾ ടേക്ക് ഓവർ ചെയ്തു. ഇനി ഏട്ടന്റെ മുന്നിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. അച്ഛന്റെ വർക്ക്ഷോപ്പ് പ്രോപ്പർട്ടി പിടിച്ചെടുക്കുക. എനിക്ക് ആവശ്യമുള്ള പണം എടുത്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഏട്ടന് തരാം. എടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്റെ പൊന്നേട്ടാ, എനിക്ക് സമയമില്ല. ഹരിമോൾ അവിടെ വെയിറ്റിംഗാ. ഹരിമോളെ, മനോജെ, ആ. നമുക്ക് കുറച്ചുകൂടി സംസാരിച്ചിട്ട് പോവാം. ആ അച്ഛനെ ഒതുക്കുന്ന കാര്യമല്ലേ സംസാരിക്കാനുള്ളത്? അത് കേൾക്കാൻ മനോജിന് സമയമില്ല. നിങ്ങൾ പോയി വേറെ പണി നോക്ക്. അങ്ങനെ വാലും താഴ്ത്തി പോടാ പ്രകാശേ. എടാ മനോജെ, എന്തോ എന്റെ അച്ഛനെ കണ്ട് പഠിക്കടാ. ആണുങ്ങളായാലേ അങ്ങനെയാ കളിക്കുന്നെ. ഇങ്ങനൊരു ജന്മമായി പോയില്ലടാ നീ, എന്റെ ദുർവിധി. പിടിക്കങ്ങോട്ട് പോ. എന്താ നാത്തൂനും നാത്തൂന്മാരൊക്കെ കളിയും ചിരിയൊക്കെ? എന്താ വിഷയം? ഞാനും കൂടിയാണ് കേൾക്കട്ടെ. ഇതേ ഞങ്ങൾ സ്ത്രീകളുടെ മാത്രം വിഷയവാ. സ്ത്രീകളുടെ മാത്രം വിഷയവും? നീ ഒറ്റ ഒരുത്തിയാടി ഓരോരോ കുറ്റങ്ങളും പറഞ്ഞ് എന്നെയും സഹോദരിമാരെയും തമ്മിൽ തെറ്റിക്കുന്നത്. പ്രകാശേട്ടാ, ആവശ്യമില്ലാത്തത് പറയരുത്. ഭർത്താവിന്റെ പ്രവൃത്തി ദോഷത്തിന് ഭാര്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നതേ പ്രകാശിന്റെ വീട്ടിലെ പാലുകാച്ചലിനെ കുറിച്ചാ. പാലുകാച്ചലിനെ കുറിച്ച് എന്താ ഇത്ര പറഞ്ഞ് ചിരിക്കാൻ? ഭക്ഷണം ഏതാണ്ട് കുറച്ച് ബാക്കി വന്നപ്പോ അത് വീട്ടിലേക്ക് എടുത്തില്ല. ഗൃഹനാഥൻ അതിന്റെ വിലയിട്ട് കാറ്ററിംഗുകാരുടെ റേറ്റിൽ കുറച്ചെന്നാ നാട്ടുവർത്തമാനം. എന്തിനാടാ ഇത്ര എച്ചിത്തരം കാണിക്കുന്നേ? അതടി, റേറ്റിൽ കുറച്ചു. അല്ലാതെ നിന്നെ പോലുള്ള ദരിദ്രവാസികളെ ക്ഷണിച്ചു വരുത്തിയിട്ടേ മൂക്കുമുട്ടെ ഞണ്ണാൻ തന്നില്ല. ഞണ്ണിയ ശേഷം ആനയ്ക്കെടുപ്പതുള്ള പാർസലും ചുമന്നുകൊണ്ട് പോകാൻ കൊതിച്ചവർക്കൊക്കെ ചിലപ്പോ വിഷമമായി കാണും. അങ്ങനെയുള്ളവരെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പ്രകാശനുണ്ടല്ലോ, പുല്ല്. ആ പിശുക്ക് അതിഥികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന കാര്യത്തിൽ നീ കാണിച്ചില്ലല്ലോ. എടാ, മനുഷ്യനായ കുറച്ചൊക്കെ അന്തസ് വേണോടാ, അന്തസ്. നിർത്തണി, വൃത്തികെട്ടവളെ. എന്താടാ നീ എന്നെ വിളിച്ചത്? വൃത്തികെട്ടവളെന്നോ? അതെ. നിന്നേക്കാൾ വലിയ വൃത്തികെട്ടവൻ വേറെ ആരാടാ ഉള്ളത്? മാനത്തെ കൊട്ടാരം